എൻ്റെ മാന്യമഹാജനങ്ങളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ബൈക്കിന് എഞ്ചിൻ ഓയിൽ മാറാം എന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് 16 റിംഗ് സ്പാൻ എടുത്ത് നമ്മൾ നെറ്റ് ഇടണം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു പാത്രം എടുത്ത് പഴയ ഓയിൽ നമ്മൾ അതിൽ സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ 8 mm ടീ സ്പാൻ യൂസ് ചെയ്ത് നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കണം. ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കാൻ 8 mm ടീ സ്പാനാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചെയ്യുക. അധികം ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്തായ അവൻ്റെ വരവാണ്. നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്റർ, നമ്മുടെ ബൈക്കിൽ നിന്ന് ഓയിൽ ഫിൽറ്റർ നമ്മൾ ഊരിയെടുക്കുകയാണ്. നമ്മുടെ ക്യാപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓയിൽ ഫിൽറ്റർ കാണാം. ഇപ്പോൾ ആ ഓയിൽ ഫിൽറ്റർ അതെപ്പെടുക്കുന്നത് കണ്ടുകൊണ്ടോ, ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. നോക്കുക ഗൈസ്, നല്ലപോലെ കരിപേരങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നല്ലപോലെ കത്തിയിട്ടുണ്ട്. കരിട്ടാൻ തിരിയും നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്റർ. നല്ലപോലെ ഓയിൽ കത്തി കരിഞ്ഞിട്ടുണ്ട്. എന്തായില്ലേ, ഇതാണ് നമ്മുടെ എംഹയുടെ ജെനുവിനായ എഞ്ചിൻ ഓയിൽ. ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 450 രൂപയാണ്. പിന്നെ അത് ഓയിൽ ഫിൽറ്ററിന് വരെ 80 രൂപയാണ്. അപ്പം ഇത് രണ്ടും കൂടി ആദ്യം എനിക്ക് 530 രൂപയാണ്. ഇത് രണ്ടും ജെനുവൻ പാർട്സാണ്. ഞാൻ പഠിച്ചത് ഷോറൂമിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ പഴയ ഓയിൽ ഫിൽറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനൊരു പുതിയ ഓയിൽ ഫിൽറ്റർ നമുക്ക് കാണിച്ചു തരാം. നോക്കുക, ഇതാണ് 80 രൂപയുടെ പുതിയ ഓയിൽ ഫിൽറ്റർ. പഴയ ഓയിൽ ഫിൽറ്റർ നന്നായിട്ട് അയച്ചു വെച്ചത് ആ കണ്ടില്ലേ കരിവരഞ്ഞ് ഉറങ്ങിയിരിക്കുന്നു. ഇവനാണ് ഇനി കരിവരങ്ങാനുള്ളവൻ. ഇനി ഇതിൽ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ഓയിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ്. ഇത് ക്യാപ്പാണ്, ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ് ഇത്. തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് 16 റിംഗ് സ്പാൻ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എൻജിൻ ഓയിൽ നെറ്റ് നമ്മൾ ഊരിയെടുക്കുന്നത്. ലൂസാക്കി കൊടുക്കണം, ടൈറ്റാക്കി കൊടുക്കണം. 16 സ്പാൻ ഉപയോഗിച്ചിട്ടാണ് ഗൈസ്. പിന്നെ 11 ടീ സ്പാൻ, 8 mm ടീ സ്പാനാണ് ഇത്. ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ നമ്മൾ നേരത്തെ ആ ക്യാപ്പ് ഉപയോഗിച്ച് കഴിച്ച് വെച്ചേക്കുന്നത്. പിന്നെ 2 ടൂളാണ് നമുക്കിവിടെ ആവശ്യമുള്ള വരുന്നത് എഞ്ചിൻ ഓയിലൊക്കെ മാറാനൊക്കെ. ഫിൽറ്റർ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ അതിൽ ആഡാക്കണം. കാരണം പുതിയ ഓയിൽ ഫിൽറ്ററിന് കുറച്ച് പുതിയ ഓയിൽ തന്നെ നമുക്ക് അതിൽ മിക്സ് ആക്കിയാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ ഓയിലെടുത്ത് നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്ററിലേക്ക് നമ്മൾ കുറച്ച് പുതിയ ഓയിൽ വെച്ചിട്ട് അതിൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കലങ്ങി അങ്ങ് നിൽക്കുന്നേ. ചെക്കൻ കലങ്ങിയിരിക്കുക. പിന്നെ ഇവനാണ് നമ്മുടെ അനാബോണ്ട്. എഫ്സെഡ് ഉപയോഗിക്കുന്ന അതിവേർക്കും വരെ നമ്മൾ എഫ്സെഡ് മെയിനി വരുന്നത് പഴയ യൂസ്ഡ് എഫ്സെഡ് വിളിച്ചാലും പഴയ എഫ്സെഡ് ആയിട്ട് ചെയ്യാറും ഓയിലിട്ട് നമുക്ക് നല്ലപോലെ പണിയിട്ടു. അങ്ങനെ പണിഞ്ഞിട്ടാണ് ഇത്. ഓയിലിട്ടിനല്ല നമ്മൾ ഓയിലിട്ടിൻ്റെ ത്രെഡ് പണിയിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കണ്ടിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് കൊടുത്ത എഞ്ചിനൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അതിൽ വേണം നമ്മൾ അനാബോണ്ട് വെച്ചിട്ട് തൽക്കാലം ഒട്ടിച്ച് വിടുക ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഓയിൽ നെറ്റ്. അപ്പോൾ ഇതിൻ്റെ ത്രെഡല്ല പോയത്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ നെറ്റ് ഓയിൽ നെറ്റിൻ്റെ അടിയിലെത്തിയാണ് പോയത്. അപ്പോൾ നെറ്റിൻ്റെ ത്രെഡ് പോയി ശരിക്കും നമ്മൾ അനാബോണ്ട് ഇട്ടാൽ നമ്മൾ അത് നല്ലപോലെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കയറ്റി വെട്ടാൻ പോകുന്നത്. കാരണം അതിലെ ഗ്രിപ്പ് കിട്ടില്ല. അനാബോണ്ടൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി വേണം നെറ്റ് അവിടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഓവർ ടൈറ്റ് കുടിക്കാൻ പാടില്ല. ഓവർ ടൈറ്റ് ചൂടായി വരുന്ന വണ്ടി നല്ലപോലെ ചൂടായിട്ട് വരുന്ന വണ്ടി പെട്ടെന്ന് പിടിക്കുന്ന അങ്ങനെയൊക്കെ ആയാലും കമ്പനീസിൽ വരുമ്പോൾ അങ്ങനെ ത്രെഡൊക്കെ ഇപ്പം നല്ലപോലെ പോലെയാണ്. അപ്പം നമ്മളെ കുട്ടപ്പന നമ്മൾ അതിന് നല്ലപോലെ ഓയിൽ മുക്കി കുളിച്ച് കുട്ടപ്പനായിട്ട് വെച്ചേക്കുമോ. ഇനി ഇവനെടുത്തിലൂടെ നമുക്ക് ഓയിൽ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. പുതിയ ഓയിൽ ഫിൽറ്ററാണ്. ഓയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് തന്നെ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്യാപ്പെടുത്ത് ഓയിൽ ഫിൽറ്റർ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ക്യാപ്പെടുത്ത് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 mm ടീ സ്പാൻ വെച്ചാൽ എന്നാൽ ഓവർ ടൈറ്റ് പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഓയിൽ ഫിൽറ്റർ ടൈറ്റ് ചെയ്തിട്ടില്ലേ. ഇനി ഒരു നാളെ എടുത്ത് യൂസ് ചെയ്യുന്ന മുന്നേ നമ്മൾ നേരത്തെ കണ്ട ഓയിൽ ഫിൽറ്റർ ഒഴിച്ചാൽ പുതിയ ഓയിൽ നമ്മുടെ എഞ്ചിനിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുതിയ നമ്മുടെ ബൈക്കിന് എഞ്ചിൻ ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്ക് മൊത്തമായിട്ട് അതിലേക്ക് എഞ്ചിനിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഫിൽറ്ററിലേക്ക് നമ്മൾ എടുത്ത ഓയിൽ കണ്ടീഷനും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലുള്ള എഞ്ചിൻ ഓയിൽ എടുത്തിട്ട് ഇതിൽ ഫുൾ ടോപ്പപ്പ് ചെയ്യണം. ഇപ്പോൾ ഹെമയുടെ എഞ്ചിൻ ഓയിൽ ജെനുവിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്നത് ഹെമയുടെ എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ ഹെൽത്തിന് വന്നിട്ട് ജെനുവിനായിട്ടുള്ള എഞ്ചിൻ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എഞ്ചിൻ്റെ ലൈഫ് കിട്ടുമോ.
അപ്പം മാക്സിമം ജെന്യൂനുള്ള സാധനം കൊടുക്കാനുള്ള ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഫുൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് എനിക്കിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം, ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഈ എണ്ണയുടെ ഈ എഞ്ചിൻ ഓയിൽ സ്റ്റിക്കിൽ തന്നെ ഉണ്ട് നമുക്ക് ഓയിൽ എല്ലാം ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ സ്റ്റിക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇട്ടിട്ടൊന്ന് റിമൂവ് എടുത്ത് ഞാൻ എടുക്കാൻ 2 വര ഉണ്ടാവും എഞ്ചിൻ ഓയിലിൻ്റെ. ആ 2 വരയിൽ കറക്റ്റാണെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ കറക്റ്റാണ്. അപ്പോൾ വരക്ക് താഴെയായി വരുന്നതെങ്കിൽ എഞ്ചിൻ ഓയിൽ കുറവാണെന്നത്. അപ്പോൾ സ്റ്റിക്കിൽ നമുക്ക് മനസ്സിലാവും 2 വരയുണ്ട്. അവർ 2 വരണ്ടൊക്കെ ഇത് കറക്റ്റായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ കറക്റ്റാണ്, ഓയിൽ ലെവൽ കറക്റ്റാണെന്നാണ്. 2 വര താഴെ വരുന്നതാണെങ്കിൽ അപ്പോൾ എഞ്ചിൻ ഓയിൽ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. വണ്ടിയുടെ ബെറ്റർ ഹെൽത്തിന് നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. അത് ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ എന്തായിക്കോട്ടെ ജെന്യൂൻ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ വണ്ടിക്കും ഹെൽത്ത് പോടാൻ പറ്റില്ല. അപ്പോൾ ഇത് മുന്നേ നേരത്തെ എടുത്ത് എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയിൻ ലൂപ്പ് ഉദ്ദേശം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എഞ്ചിൻ ഓയിൽ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ലൈക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ബൈക്കിന് വീഡിയോ കാണാം. അപ്പോൾ ബാക്കി നമ്മളെ ഓയിൽ മൊത്തമായിട്ട് നമ്മൾ ചെഞ്ചിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ കറക്റ്റ് ലെവലാവുന്നവരാണെങ്കിൽ അത് കുറച്ച് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഇതിനകത്ത് ഓയിൻ്റെ അളവ് നോക്കുന്ന ഇതിൽ ഓയിലുള്ളിൻ്റെ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ രണ്ടാമതൊന്ന് ഇട്ടിട്ട് ഒന്നെടുത്ത ഓയിലിൻ്റെ ലെവൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ലെവലൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എവിടെ വെച്ചാൽ നമ്മളെ പഴയ ഓയിൽ ഫിൽറ്ററും പിന്നെ പഴയ നമ്മൾ അവിടുന്ന് ഇതാക്കിയ ഓയിലും നമ്മളെ പാത്രത്തിലേക്ക് മാറ്റി. കാരണം ഇത് നമുക്ക് ചെയിനൊക്കെ ലൂബ്രിക്കൻ്റുമായിട്ട് നമുക്ക് പഴയ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് എൻ്റെ മുന്നോട്ടുള്ള ആവശ്യത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.